ബികോം ഫസ്റ്റ് സെമസ്റ്റർ മോഡൽ ക്വസ്റ്റ്യൻസ്. അജിബ് ലിൽ അസ്ഇലത്തിലാത്തിയ ഹസ്ബൽ ഇർഷാദാത്ത്. സൂചനകൾക്കനുസരിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണം. എല്ലാ ചോദ്യങ്ങൾക്കും 2 മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ 4 സെൻറ്റൻസുകളുണ്ട്, അതാണ് പൂരിപ്പിക്കേണ്ടത്. ആശ ഡാഷ് മദീനത്തിൻ താജിറുൻ അമീനുൻ. ആശ ജീവിച്ചു. ഫീ വെക്കാം. ഫീ മദീനത്തിൻ, ഒരു പട്ടണത്തിൽ ജീവിച്ചിരുന്നു. താജിറുൻ അമീനുൻ, വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ. അപ്പോൾ പട്ടണത്തിൽ എന്ന് പറയാൻ ഫീ. അല മീൻസ് ഓണാണ്, മിൻ ഫ്രം ആണ്. അപ്പോൾ ഫീ ആണ് കറക്റ്റ് ആൻസർ. ദഹബത്ത് താലിബു ഇലൽ കുല്ലിയത്തി. വിദ്യാർത്ഥി കോളേജിലേക്ക് പോയി. ഇല ടു, കോളേജിലേക്ക്. അഹമ്മദു ഡാഷ് ഫിഷരിക്കത്തി. അഹമ്മദു മുഹാസിബുൻ ഫിഷരിക്കത്തി. അഹമ്മദ് കമ്പനിയിലെ അക്കൗണ്ടൻ്റാണ്. ബ്രാക്കറ്റിലുള്ള മുഹാസിബത്തുൻ മീൻസ് അക്കൗണ്ടൻ്റ് തന്നെയാണ്, പക്ഷേ മുഅന്നസാണ്, സ്ത്രീയാണ്. പിന്നെ മുദീറത്തുൻ, അതും സ്ത്രീയാണ്, അതുകൊണ്ട് മുഹാസിബുനാണ് ശരി. ഫാത്തിമത്തു. ഫാത്തിമ ഡാഷ് ഫിൽ മുസ്തഷ്ഫ. ഹോസ്പിറ്റലിലെ തൊബീബത്തുൻ, ഡോക്ടറാണ് അല്ലേ. തൊബീബത്തുൻ ഫിൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. ഇതേപോലുള്ളൊരു ചോദ്യമുണ്ട് ആദ്യം. പിന്നെ ഉക്തുബിൽ മുഫ്രദ ലിൽ ജുമുഅ. കുറച്ച് ജമ്മുകൾ കൊടുത്തിട്ടുണ്ടാകും, അതിൻ്റെ മുഫ്രദുകൾ എഴുതണം. അഷ്ജാറുൻ മരങ്ങൾ, മുഫ്രദ് ഷജറത്തുൻ അല്ലെങ്കിൽ ഷജറുൻ. ബിഹാറുൻ ബഹറുൻ കടൽ. സുഫുനുൻ മുഫ്രദ് സഫീനത്തുൻ കപ്പൽ. മുദുനുൻ മുഫ്രദ് മദീനത്തുൻ പട്ടണം. ഇനി ജമ്മ എഴുതാൻ. സ്വദീഖുൻ കൂട്ടുകാരൻ, ജമ്മ അസ്ദിഖാഉ. സൂഖുൻ മാർക്കറ്റ്. അസ്വാഖുൻ. റജുലുൻ പുരുഷൻ. റിജാലുൻ. ഗുർഫത്തുൻ റൂം. ഗുറഫുൻ. ഓക്കെ, ഇതേപോലെ ജമ്മുകളും മുഫ്രദുകളും പഠിച്ചു വെക്കുക. പൂരിപ്പിക്കണം വിട്ട ഭാഗം. ഡാഷ് ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല. കുമ്മാണ് അല്ലേ, കും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല. പിന്നെ ഇബ്നു സീന അഅ്ലമു ഉലമാ ഇൽ മുസ്ലിമീന ഫി തിബ്. ഇബ്നു സീന മെഡിക്കൽ സയൻസിൽ മുസ്ലിങ്ങളിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ, സയൻറ്റിസ്റ്റുകളിൽ ഒരാളാണ്. ഫിത്തിബ് മെഡിക്കൽ സയൻസിൽ. കവ്വിൻ അസ്സുആല ലിൽ ജവാബൈനി താലിയ. ലിൽ ജവാബൈനി താലിയേനി. താഴെയുള്ള 2 ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അനബി ഖൈർ ശുക്രൻ, ഇതാണ് ഉത്തരം. ഐ ആം ഫൈൻ താങ്ക് യു അല്ലേ. അതിൻ്റെ ചോദ്യം എന്തായിരിക്കും? ഹൗ ആർ യു, കൈഫ ഹാലുക അല്ലെങ്കിൽ കൈഫ അൻത. ഇനി അദ്ഹബു ഇലൽ മക്തബ, ഐ ആം ഗോയിങ് ടു ദി ലൈബ്രറി. അതിൻ്റെ ചോദ്യം ഇല ഐന തദ്ഹബു, നീ എവിടേക്കാണ് പോകുന്നത്? ഉത്തരം അദ്ഹബു ഇലൽ മക്തബ. അടുത്തത് ചോദ്യമാണ്, ഉത്തരം എഴുതണം. മൻ യുറഫു ബി അബുൽ കീമിയ. ആരാണ് അബുൽ കീമിയ, ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നത്? ആരാണ്? ജാബിർ ഇബ്നു ഹയ്യാൻ അല്ലേ. അപ്പോൾ യുറഫു ജാബിർ ഇബ്നു ഹയ്യാൻ ബി അബുൽ കീമിയ. അടുത്തത് ഐന വുലിദ അഹമ്മദ് ഷൗക്കി. അഹമ്മദ് ഷൗക്കി എവിടെയാണ് ജനിച്ചത്? ഉത്തരം വുലിദ അഹമ്മദ് ഷൗക്കി ഫി മിസ്ര. അഹമ്മദ് ഷൗക്കി മിസ്റിലാണ് ജനിച്ചത്. മത്താ കാന അഹ്ലുൽ ജസീറത്തി യുഷാഹിദൂന അൽ ഗുറബ. ദ്വീപ് നിവാസികൾ എപ്പോഴായിരുന്നു അപരിചിതരെ കണ്ടിരുന്നത്? കപ്പൽ വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ കാന അഹ്ലുൽ ജസീറത്തി യുഷാഹിദൂനൽ ഗുറബ. ദ്വീപ് നിവാസികൾ ഗുറബായിനെ, സ്ട്രേഞ്ചേഴ്സിനെ കണ്ടിരുന്നു. ഇൻദമാ തജീഉ സഫീനത്തു തുജാർ. കച്ചവടക്കാരുടെ കപ്പൽ വരുമ്പോൾ. ഇൻദമാ തജീഉ വരുമ്പോൾ. സഫീനത്തു തുജാർ കച്ചവടക്കാരുടെ കപ്പൽ വരുമ്പോൾ. ബിമാദ ഇസ്തഹറൽ ഖാലി ഇയാസ്. ഖാലി ഇയാസ് എന്തുകൊണ്ടാണ് പ്രശസ്തനായത്? എന്തായിരുന്നു ഖാലി ഇയാസിൻ്റെ പ്രത്യേകത? അപ്പോൾ ഉത്തരം ഇസ്തഹറൽ ഖാലി ഇയാസ്. ഖാലി ഇയാസ് പ്രശസ്തനായി ബി ഖുദ്റത്തിഹി, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട്. എന്തിനുള്ള കഴിവ് കൊണ്ട്? എന്തിലുള്ള കഴിവ്? ലി ഹല്ലിൽ മുഷ്കിലാത്ത്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അദ്ദേഹം പ്രശസ്തനായി. എങ്ങനെ പരിഹരിക്കാൻ? ഫി വസീലത്തിൻ ബസീത്തുൻ അല്ലെ, ബസീത്വത്തിൻ അല്ലെങ്കിൽ ഫി ത്വരീഖിൻ ബസീത്വത്തിൻ, ലളിതമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് കൊണ്ടാണ് അദ്ദേഹം പ്രശസ്തനായത്. ഉത്തരം ഒന്നുകൂടെ പറയാം. ഇസ്തഹറൽ ഖാലി ഇയാസ്, ഖാലി ഇയാസ് പ്രശസ്തനായി ബി ഖുദ്റത്തിഹി ലി ഹല്ലിൽ മുഷ്കിലാത്തി ബി ത്വരീഖിൻ ബസീത്തുൻ, ലളിതമായ വഴിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം പ്രശസ്തനായി.
ബിമാദ അടുത്ത മൻ ഇക്തഷഫ അദ്ദൗറത്ത് ദമവിയ അവലൻ ഫിലാലം. ലോകത്താദ്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചതാരായിരുന്നു? ഇബ്നു നസീഫാണ് അല്ലേ. അപ്പോൾ ഇക്തഷഫ ഇബ്നു നസീഫ് അദ്ദൗറത്ത് ദമവിയത്ത അവലൻ ഫിലാലം. ഇനി പാർട്ട് 2. ഇവിടെ ചേരുംപടി സിൽ ബൈനൽ കലിമാത്ത് മീൻസ് ചേരുംപടി ചേർക്കുക. ഇത് നമ്മൾ പാഠഭാഗത്ത് അവസാന ഭാഗത്ത് പഠിച്ച കുറേ വാക്കുകളുണ്ട് അല്ലേ, അവ മുഴുവനായിട്ട് പഠിക്കുക, അപ്പോൾ ഇത് ചേർക്കാൻ പറ്റും. പിന്നെ ലക്കിയ മുഹമ്മദുൻ സദീഖഹു രാജേഷ്. മുഹമ്മദ് തൻ്റെ കൂട്ടുകാരനായ രാജേഷിനെ കണ്ടുമുട്ടി. ഫിസൂക്കി മാർക്കറ്റിൽ വെച്ച്. ആയുധ ഹിവാറൻ യജിരി ബൈനഹമ്മ. അവർക്കിടയിൽ നടക്കുന്ന ഒരു ഹിവാർ തയ്യാറാക്കുക. നിങ്ങളുടെ ഇഷ്ട അനുസരണം ഒരു ഹിവാർ തയ്യാറാക്കാവുന്നതാണ്. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ഒന്ന് കൊടുത്തിരിക്കുന്നു. മുഹമ്മദ് മുഫാജിയൻ. മുഫാജിയൻ മീൻസ് പെട്ടെന്ന് കാണുക അല്ലേ, പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ, രാജേഷിനെ കണ്ടപ്പോൾ. രാജേഷ് യാ ഹല്ല ലം അറക്ക മുൻതു സമൻ. കുറച്ച് കാലമായിട്ട് കൂട്ടുകാരൻ എന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. രാജേഷ് മുബ്തസിമൻ പുഞ്ചിരിച്ചുകൊണ്ട്. മുഹമ്മദ് മർഹബൻ യാ സുദീഖി. വെൽക്കം. കൈഫ ഹാലുക. എന്തൊക്കെയുണ്ട് വിശേഷം? മല്ലതി അതാബിക ഇല ഹാദത് സിഹാം. ഈ സിഹാമിൽ ഈ തിരക്കിലേക്ക് നിന്നെ കൊണ്ടുവന്നത് എന്താണ് ഈ തിരക്ക് പിടിച്ച സ്ഥലത്തൊക്കെ കാണുന്നു? മുഹമ്മദ് ബിഖൈർ സുന്ദൻ അൽഹംദുലില്ലാ. അസ്തരി ബഅദൽ അഗ്റാദ് ലിൽ മൻസിൽ. ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ്. വഅൻത നിയോ മദഫിൽ കീസിൽ എന്താണ്? നിൻ്റെ സഞ്ചിയിൽ എന്താണ്? രാജേഷ് ഫാക്കിഹ ഫ്രൂട്ട്സ് ആണ്. ജിഅ്തു മുബക്കിറൻ. ഞാൻ നേരത്തെ വന്നു. ലി അഹസുല അലൽ അഫ്ലൽ. നല്ലത് കിട്ടാൻ വേണ്ടി. ലി അഹസുല കിട്ടാൻ വേണ്ടി, അലൽ അഫ്ലൽ നല്ലത്. മുഹമ്മദ് അത് നല്ല പഴമൊക്കെ കിട്ടാൻ നേരത്തെ കാരണം. മുഹമ്മദ് മാ സിഅറുൽ ഫവാക്കിഹിന. ഇവിടെ ഫാക്കിഹത്തിൻ്റെ വില എന്താണ്? സിഅർ മീൻസ് വില. അപ്പോൾ രാജേഷ് തുഫാഹു ബി മിഅത്തി റൂബിയത്തിൻ ലിൽ കിലോഗ്രാം. ആപ്പിൾ 1 കിലോഗ്രാമിന് 100 രൂപ. വൽ ഇനബു ബി 50 റൂബിയ. മുന്തിരി 50 രൂപ. അപ്പോൾ മുഹമ്മദ് പറയുന്നു അസൈർ മുൻഖഫിൽ. വില കുറവാണല്ലോ അല്ലേ. മുൻഖഫിൽ മീൻസ് ചീപ്പ് റേറ്റ്, വില കുറവ്. അൽ അസ്ആർ മുൻഖഫിലത്തുൻ ബിഷക്കിലിൻ ആമിൻ. ബിഷക്കിലിൻ ആമിൻ മീൻസ് പൊതുവെ. അപ്പോൾ രാജേഷ് പറയാണ് പൊതുവെ വിലകൾ മുൻഖഫിലത്താണ്, കുറവാണ്. ഫി ഹാദ സൂഖി. ഈ മാർക്കറ്റിൽ പൊതുവെ വില കുറവാണ്. മുഹമ്മദ് നാം അതെ. ഉരീദു അയ്ലൻ അൽ ഫവാക്കിഹ്. എനിക്കും ഫവാക്കിഹ് വേണം. രാജേഷ് ഹൽ അൻത മുസ്താജിൽ. അറി ബിസി, തിരക്കാണോ? അപ്പോൾ മുഹമ്മദ് ഖലീലൻ കുറച്ച്. യജിബു അൻ ഔദ ഖബൽ അൽ അസർ. എനിക്ക് അസറിന് മുമ്പേ മടങ്ങി പോകണം. ലാക്കിൻ യജിബു അൻ നൽതഖിയ ഖരീബൻ. പക്ഷെ നമുക്കുടനെ കാണണം. ലിനതഹദ്ദസ ബി തഫാസീൽ അക്സർ. കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്കുടനെ ഒന്നുകൂടെ കാണണം. രാജേഷ് ബി തഹ്കീദ്. ഷുവർ, ഉറപ്പായിട്ടും. സഅത്തസിലു മസാൻ. ഞാൻ ഇന്നെ വൈകുന്നേരം വിളിക്കാം. ഹസനൻ ഓക്കെ. ഫഅനദാഹിബ്. ഞാൻ പോവുകയാണ്. മാ സലാമ ബൈ. രാജേഷ് ഇലല്ലിക്ക സി യു. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭാഷണം. അവിടെ വേണമെങ്കിൽ കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങുന്നതും ബേക്കറി ഐറ്റംസ് മറ്റനാദി ഐറ്റംസൊക്കെ വാങ്ങുന്നതും അതിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നതുമൊക്കെ ഉൾപ്പെടുത്താം. മാർക്കറ്റാണല്ലോ, ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. ഇനി ആയുധ നമൂദജൻ ലിൽ ഫാത്തുറ ബില്ലിൻ്റെ ഒരു നമൂദജ്, ഒരു മാതൃക, ഒരു എക്സാമ്പിൾ ഉണ്ടാക്കുക. ബില്ല് നമ്മൾ അവസാനത്തെ പാഠത്തിൽ പഠിച്ചു അല്ലേ, അതേപോലെ ഒരു ബില്ല് തയ്യാറാക്കുക. പിന്നെ റത്തിബിൽ കലിമാത്തിലാത്തി ഇല ജുംല മുഫീദ. ഈ താഴെയുള്ള സെൻറ്റൻസുകൾ ഒരു വാക്കുകളെ സെൻറ്റൻസുകളാക്കണം, ക്രമപ്പെടുത്തണം. അൽ മരീദു അത്തബീബ് ഫഹസ. അതങ്ങനെ പറയും. ഫഹസ അത്തബീബ് അൽ മരീദ. ഡോക്ടർ രോഗിയെ പരിശോധിച്ചു. ഫഹസ പരിശോധിച്ചു. അമരീക്ക റജ അൽ മുസാഫിർ മിൻ. അപ്പോൾ റജ അൽ മുസാഫിർ മിൻ അമരീക്ക. യാത്രക്കാരൻ അമേരിക്കയിൽ നിന്നും റജ മടങ്ങി. മിൻ അൽ ഖദ്റാവാത്ത് അൽ വലദ് ഇസ്തറ അസൂഖ്. അതങ്ങനെ പറയും. ഇസ്തർ അൽ വലദു അൽ ഖദ്റാവാത്തി മിനസൂഖി. കുട്ടി മാർക്കറ്റിൽ നിന്നും പച്ചക്കറികൾ വാങ്ങി. അടുത്തത് അൽ ഹുക്കൂമി ദഹബ്തു അൽ മുസ്തഷ്ഫ ഇല. ദഹബ്തു ഇലൽ മുസ്തഷ്ഫൽ ഹുക്കൂമി. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി. അൽ ഹുക്കൂമി മീൻസ് ഗവൺമെൻറ്. അൽ ഇന്തിലാർ സ്വദീഖി സ്വാലത്ത് ഫി അന്തളിറു സ്വദീഖി ഫി സ്വാലത്തിൽ ഇന്തിലാർ. ഞാൻ സ്വാലത്തുൽ ഇന്തിലാറിൽ, വെയിറ്റിംഗ് ഹാളിൽ എൻ്റെ കൂട്ടുകാരനെ കാത്തിരിക്കുകയാണ്. സ്വാലത്ത് മീൻസ് ഹാള്. ഉക്തുബ് സീറത്തക്ക ദാത്തിയ. നിൻ്റെ ബയോഡാറ്റ എഴുതുക. അപ്പോൾ എന്തെങ്കിലും ഒരു ബയോഡാറ്റ എഴുതുക. അത് നമ്മൾ മേലെ പഠിച്ചു ബയോഡാറ്റ, അതേ രൂപത്തിൽ എഴുതുക. മയ്യിസ് അൽ ഇസ്മ വൽ ഫിഅല വൽ ഹർഫ മിനൽ ഫിഖ്റത്തി താലിയ. താഴെയുള്ള പാരഗ്രാഫിൽ നിന്നും ഇസ്മും ഫിഅലും ഹർഫും വേർതിരിക്കണം. വായിച്ചു നോക്കാം. കാനത്ത് ഫിഅലാണ്. അമീറത്ത് ഇസ്മ്. അൽ ബിഹാർ ഇസ്മ്. അസബത്ത് ഇസ്മ്.
തസ്കുനു ഫിഅൽ, ഫി ഹർഫ്, ഖസ്ർ ഇസ്മ്, ജമീൽ ഇസ്മ്, തുഹീതു ഫിഅൽ, ബി ഹർഫ്, ഹി ഇസ്മ്, അൽ അസ്ജാർ ഇസ്മ്, വ ഹർഫ്, അൽ അസ്ഹാർ ഇസ്മ്, ബന ഫിഅൽ, അൽ ഖസ്ർ ഇസ്മ്, ഫൗക ഇസ്മ്, തല്ലുൻ ഇസ്മ്, കബീർ ഇസ്മ്, ഫി ഹർഫ്, വസ്ത് ഇസ്മ്, അൽ ജസീറത്ത് ഇസ്മ്, യുഹിബു ഫിഅൽ, അഹ്ൽ ഇസ്മ്, അൽ ജസീറത്ത് ഇസ്മ്, അമീറത്ത് ഇസ്മ്, ഹും അമീറത്ത് ഹും എന്നതും ഇസ്മാണ്, ലി ഹർഫ്, അന്ന ഹർഫ്, ഹ ഇസ്മ്, തഖ്ദിമു ഫിഅൽ, ഹും ഇസ്മ്, വ ഹർഫ്, തഹക്കുമു ഫിഅൽ, ബൈന ഇസ്മ്, ഹും ഇസ്മ്, ബി ഹർഫ്, അദ്ൽ ഇസ്മ്. ഇതാണ് ഇതിലുള്ള ഇസ്മുകളും ഫിഅലുകളും ഹർഫുകളും. ഇതേപോലുള്ള വാക്കുകളൊക്കെ സെൻറ്റൻസുകളിൽ പാരഗ്രാഫിൽ ഇസ്മും ഫിഅലുമൊക്കെ വേർതിരിച്ച് നോക്കുക. അടുത്തത് ആയിദ്ദ തൊലബൻ ലി വളീഫത്തിൽ മുഹാസിബി, അക്കൗണ്ടൻറ്റിൻ്റെ ജോലിക്ക് വേണ്ടി ഒരു തൊലബ്, ഒരു അപ്ലിക്കേഷൻ തയ്യാറാക്കുക. ഫി ശരിക്കത്തി മാറുതി കമ്പനിയിലേക്ക് വേണ്ടി. അപ്പോൾ അപ്ലിക്കേഷൻ, ജോബ് അപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു അല്ലേ, അതേപോലെ ഒന്ന് തയ്യാറാക്കുക. ഇനി ഉക്തുബ് ഖുലാസത്ത ഖിസ്സത്തി അമീറത്തുൽ ബിഹാരി സബ്, അമീറത്തുൽ ബിഹാരി സബ് എന്ന കഥയുടെ ഖുലാസ, ചുരുക്കം എഴുതുക. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. മുലഖസു ഖിസ്സത്തി അമീറത്തുൽ ബിഹാരി സബ്, അതിൻ്റെ ചുരുക്കം. കാനത്ത് ഹുനാക്ക ജസീറത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ളൊരു ദ്വീപുണ്ടായിരുന്നു. യഹ്കുമുഹ തഹ്കുമുഹ വെച്ച്, തഹ്കുമുഹ അമീറത്തുൽ ബിഹാരി സബത്തിൽ ആദില, നീതിമതിയായ അമീറത്തുൽ ബിഹാരി സബത്താണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. ഹക്കമ മീൻസ് ഭരണം നടത്തി. കാന അഹ്ലുൽ ജസീറത്തി ആയിഷൂൻ അല സൈദി സമക്കി, ആ ദ്വീപുകാർ മത്സ്യബന്ധനത്തിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ വൽ ഹൗസി, അതേപോലെ മുങ്ങുന്നതിൽ, ഹൗസ് മീൻസ് മുങ്ങുക. ബഹസൻ അനിൽ ഒലുവി, മുങ്ങിക്കൊണ്ട് മുത്തുകളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടും മീൻ പിടിച്ചുകൊണ്ടുമാണ് അവർ ജീവിച്ചിരുന്നത്. ലം യസുർഹും, അവരെ സന്ദർശിച്ചിരുന്നില്ല. ഖുറബ, അപരിചിതർ. സിവ മറത്തിൻ ഫിസനത്തി ബിസഫീനത്ത് തുജാർ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ലാതെ. സിവ മറത്തിൻ, ഒരു പ്രാവശ്യമല്ലാതെ. ഫിസനത്തി, വർഷത്തിൽ. ബിസഫീനത്ത് തുജാർ, സഫീനത്ത് തുജാരിൽ ആയിക്കൊണ്ട് ഒരു പ്രാവശ്യം മാത്രമാണ് അവരെ സ്ട്രേഞ്ചേഴ്സ് സന്ദർശിച്ചിരുന്നത്. ഫി അഹദിൽ അയ്യാമി, ഒരു ദിവസം. അഹറ സയ്യാദൂന അല ഫതൻ, മീൻപിടുത്തക്കാർ ഒരു യുവാവിനെ കണ്ടു. മുഹമ്മൻ അലൈഹി അല ഷാത്തി, കടൽ തീരത്ത് മുഹമ്മൻ അലൈഹി, ബോധരഹിതനായി കിടക്കുന്ന ഒരു യുവാവിനെ കണ്ടു. തബയ്യൻ അന്നഹുൽ അമീർ സൈനുസമാൻ ബിനുൽ മലിക് നുഅമാൻ, നുഅമാൻ രാജാവിൻ്റെ മകനായ സൈനുസമാനാണ് അത് എന്നവർക്ക് വ്യക്തമായി, പിന്നീട് മനസ്സിലായി. അല്ലദീ തഹത്തമത്ത് സഫീനത്തുഹു, ആരാണ് അദ്ദേഹത്തിൻ്റെ സഫീനത്ത് തകർന്നു പോയി. ഫി ആസിഫത്തിന്, ഒരു കൊടുങ്കാറ്റിൽ. ഇസ്തഖബലത്തുഹു അൽ അമീറത്തു, രാജ്ഞി അദ്ദേഹത്തെ സ്വീകരിച്ചു. വഫറത്ത് ലഹു ഖസ്റൻ ലിയസ്കുന ഫിഹി, അദ്ദേഹത്തിന് താമസിക്കാനൊരു കൊട്ടാരം അറേഞ്ച് ചെയ്തു. മറത്തിൽ അയ്യാമു, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. വദാത്തയോമിന്, ഒരു ദിവസം. ഷാഹദ് അൽ അമീർ സൈനുസമാൻ സഫീനത്തൻ ഗരീബത്തൻ തഖ്തരിബു, സൈനുസമാൻ ഒരു സ്ട്രേഞ്ചായ ഒരു കപ്പൽ അടുത്ത് വരുന്നത് കണ്ടു. ഫതബയ്യൻ അന്നഹ സഫീനത്തു മിൻ ബിലാദിഹി, അത് തൻ്റെ നാട്ടിൽ നിന്നുള്ള കപ്പലാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ജാഅത്തിൽ ഇൽ ബഹ്സിയൻഹു, ആ കപ്പൽ അദ്ദേഹത്തെ സെർച്ച് ചെയ്തുകൊണ്ട് വന്നതാണ്. റഹബൽ ഖായിദ് ബിഹി, ക്യാപ്റ്റൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വസ്താദൽ അമീർ ഉലിൽ ഔദത്തി ഇലാവത്തിനിഹി, അമീർ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി. വദഅത്തുഹു അൽ അമീറത്ത് വ അഹ്ലുൽ ജസീറത്തി ബി ഹുസ്നിൻ, റാണിയും ദ്വീപുകാരും അദ്ദേഹത്തെ സങ്കടത്തോടെ യാത്രയാക്കി. ബാദ ഹംസത്തി അശ്ഹുരിൻ, 5 മാസങ്ങൾക്ക് ശേഷം. ആദത്തി സഫീനത്തുൽ അഹ്മത്തു ഇലൽ ജസീറത്തി, ആ വലിയ കപ്പൽ ജസീറത്തിലേക്ക് മടങ്ങി വന്നു. വഅലാമത്തിനിഹ അൽ അമീർ സൈനുസമാൻ വ വാലിദുഹു അൽ മലിക് വ വാലിദത്തുഹു അൽ മലിക്കത്തു, ആ കപ്പലിൽ സൈനുസമാൻ രാജകുമാരനും അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും ഉണ്ടായിരുന്നു. ഷക്കർ അൽ മലിക്കു അൽ അമീറത്ത, പിതാവായ രാജാവ് രാജകുമാരിക്ക്, നമ്മുടെ അമീറത്തുൽ ബിഹാർ സഭയ്ക്ക് നന്ദി പറഞ്ഞു. അലാ റിആയത്തിഹ ലിബ്നിഹി, തൻ്റെ മകനോടുള്ള അവളുടെ പരിചരണത്തിൽ, തൻ്റെ മകനെ രക്ഷിച്ച് പരിപാലിച്ചതിന്. സുമ തൊലബയദഹ, പിന്നെ അദ്ദേഹം അവളോട് ആവശ്യപ്പെട്ടു, അവളോട് തേടി. ലി സിവാജി മിനൽ അമീരി, തൻ്റെ മകനെ വിവാഹം കഴിക്കാനുള്ള സമ്മതം, അല്ലെങ്കിൽ വിവാഹം കഴിക്കുമോ എന്ന് അവളോട് ചോദിച്ചു. ഇബ്തസമത്തിൽ അമീറത്ത് മുവാഫക്കത്തൻ, അമീറത്ത്
സമ്മതത്തോടെ പുഞ്ചിരിച്ചു. വഹത്തഫലത്തിൽ ജസീറത്ത് ബിസവാജ്, അങ്ങനെ ജസീറത്ത് കല്യാണാഘോഷം നടത്തി. സുമ്മ ഖാദറൽ മലിക് വൽ മലിക്കത്തു താരിഖീനൽ അമീറ സൈന സമാൻ മഅ സൗജതിഹി അൽ അമീറത്തി ഫിൽ ജസീറ, തൻ്റെ ഭാര്യയായ അമീറത്തിൻ്റെ കൂടെ തൻ്റെ മകനെ അവിടെ ആ ദ്വീപിൽ ഉപേക്ഷിച്ചുകൊണ്ട് ദ്വീപിൽ വിട്ടുകൊണ്ട് പിന്നെ പിതാവും മാതാവും തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. ഇങ്ങനെ നമുക്ക് അത് ചുരുക്കി എഴുതാം. ഓക്കെ, ഇനി ചുരുക്കി എഴുതാൻ ഉള്ളത് പിന്നെ എന്താണ്, ഖാളി ഇയാസിൻ്റെ പാഠമാണ്. ചെറിയൊരു പാഠമാണ്. അതെന്ത് ചെയ്യാം, അതിലുള്ള ആ പാഠം വായിച്ച് പഠിക്കുക. ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ തന്നെ അത് അതിൻ്റെ ഒരു ഖുലാസയായി മാറും. ഓക്കെ, ഇതേപോലെയാണ് ചോദ്യങ്ങൾ വരിക.